നമസ്കാരം. ഉറക്കെ ഉച്ചത്തിൽ ഇലക്ഷൻ സ്പെഷ്യൽ ആലത്തൂർ മണ്ഡലത്തിലാണ്. പഴയ ഒറ്റപ്പാലം സാക്ഷാൽ KR നാരായണനെ ആദ്യമായി ലോക്സഭയിലെത്തിച്ച മണ്ഡലം. അതിൻ്റെ പേരുമാറി ഇന്ന് ആലത്തൂർ 2-2 തെരഞ്ഞെടുപ്പ്. 2 തവണയും ചെങ്കൊടി പാറിച്ച് PK ബിജു. ഇത്തവണ വെല്ലുവിളി ഉയർത്തും എന്ന പ്രഖ്യാപനവുമായി കോൺഗ്രസ് എത്തിയിട്ടുണ്ട് രമ്യ ഹരിദാസിലൂടെ. വെറും കാഴ്ചക്കാരല്ല, ഞങ്ങളും പോരാട്ടത്തിനുണ്ടെന്ന് NDA ബാബുവിനെ അവതരിപ്പിക്കുന്നു. നമുക്ക് ആദ്യം ഇടത് കോട്ടയിലേക്ക് തന്നെ പോകാം. വലിയ ജനക്കൂട്ടമാണെന്ന് ഈ മണ്ഡലത്തിൻ്റെ പോരാട്ടത്തിൻ്റെ ചൂടും ചൂരും വ്യക്തമാക്കുന്ന ജനക്കൂട്ടം തന്നെ ഇവിടെയുണ്ട്. വലിയ വെല്ലുവിളി ഉയർത്തുകയാണ് കോൺഗ്രസ് എന്നാണ് കോൺഗ്രസിന്റെ അവകാശവാദം. ഇക്കുറി ഈ കോട്ട നിലനിർത്താനാവുമോ? തീർച്ചയായും ഈ കോട്ട നിലനിർത്താൻ തന്നെ സാധിക്കും. ഈ 17ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ ഈ കഴിഞ്ഞ 5 വർഷക്കാലം നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ്, BJPയുടെ ഗവൺമെന്റ്, RSSന്റെ ഗവൺമെന്റ് ഈ രാജ്യത്തിനകത്ത് നടപ്പിലാക്കിയിട്ടുള്ള ജനവിരുദ്ധ നയങ്ങൾ, വർഗീയമായിട്ട് ജനങ്ങളെ ചേരിതിരിച്ച് കലാപങ്ങൾ നടത്തുന്നതിനുള്ള ശ്രമങ്ങൾ, ഇതിനെതിരെയുള്ള വലിയൊരു ജനവിധിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഉണ്ടാവാൻ വേണ്ടി പോവുക. അതുമാത്രമല്ല, കഴിഞ്ഞ 1000 ദിവസങ്ങളായി ഈ കേരളത്തിനകത്ത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള നിരവധിയായിട്ടുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങൾ ഓരോന്നായി എണ്ണി പറഞ്ഞുകൊണ്ടായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ജനങ്ങൾക്ക് മുന്നിലേക്ക് കടന്നു വരുന്നത്. തിരിച്ചു വരാം. കേന്ദ്രത്തിലെ മോദി സർക്കാരിനെതിരെയും പിന്നെ പിണറായി വിജയൻ സർക്കാരിന്റെ 1000 ദിവസത്തെ പ്രവർത്തനത്തിന്റെ പേരിലുമാണ് ഇടതുപക്ഷം ഇവിടെ വോട്ട് ചോദിക്കുന്നത്. ഒരു പക്ഷേ കോൺഗ്രസും UDFും പോലും പലപ്പോഴും പരിഗണിക്കാത്ത, പട്ടികയിലില്ലാത്ത മണ്ഡലമായിരുന്നു പഴയ ഒറ്റപ്പാലവും ഇന്ന് ആലത്തൂരും. ഒറ്റപ്പാലത്ത് കോൺഗ്രസ് ജയിച്ചിട്ടുണ്ടെങ്കിലും ആലത്തൂർ ഇന്നും ബാലികേറ മലയായി തുടരുകയാണ്. ഇത്തവണ കോൺഗ്രസിന്റെ പ്രതീക്ഷ എന്താണ്? വിശ്വാസം എന്താണ്? പേരെന്താണ്? എൻ്റെ പേര് രതീഷ്. UDFിൻ്റെ ചിറ്റൂർ നിയോജകമണ്ഡലം ചെയർമാനാണ്. പറയൂ സാർ. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏകതാ പരിഷത്തിലൂടെ അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ ടാലന്റ് ഹണ്ടിലൂടെ കടന്നു വന്ന ഒരു നല്ലൊരു സ്ഥാനാർത്ഥിയാണ് രമ്യ ഹരിദാസ്. അവർ ഈ ആലത്തൂരിലേക്ക് കടന്നു വന്നപ്പോൾ ഇവിടുത്തെ ആലത്തൂരിലെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയം നോക്കാതെ അവരെ കൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ആലത്തൂരിലുള്ളത്. ആലത്തൂർ ഇടതുകോട്ട എന്ന് പറഞ്ഞാൽ അത് പരിപൂർണമായിട്ടും തള്ളിക്കളയാനാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. കാരണം ഇന്നത്തെ ട്രെൻഡ് ഇവിടെ നോക്കുമ്പോൾ രമ്യ ഹരിദാസിന് നല്ല വിജയസാധ്യത എന്നല്ല, രമ്യ ഹരിദാസ് ജയിക്കും, അതിലൊരു തർക്കവുമില്ല. അതിന് കാരണമുണ്ട്. അതിൻ്റെ കാരണം എന്താ ചോദിച്ചാൽ, കഴിഞ്ഞ 10 വർഷക്കാലമായി ഇവിടെ ശ്രീ PK ബിജു MP ആയിരുന്നു. അദ്ദേഹം MP ആയതിനു ശേഷം ഇവിടെ ഈ ആലത്തൂർ നിയോജകമണ്ഡലത്തിന് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി, ഇവിടെ ആദിവാസി കോളനികളും അതുപോലെ തന്നെ കർഷക തൊഴിലാളികളും കർഷകരും തിങ്ങിപ്പാക്കുന്ന ഒരു നിയോജകമണ്ഡലം കൂടിയാണ്. ഈ നിയോജകമണ്ഡലത്തിൽ ശ്രീ ബിജുവിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ തിരിഞ്ഞു നോക്കുക പോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. MPക്കെതിരായ വിമർശനമാണ് കോൺഗ്രസ് ആദ്യമായി ഉയർത്തുന്നത്. നമുക്ക് NDA ക്യാമ്പിലേക്ക് പോകാം. ഇവർ തമ്മിൽ പൊരിഞ്ഞ മത്സരം. ഇതിനിടയിൽ NDAയുടെ സാധ്യതകൾ എന്ത്? പേരങ്ങയുടെ പേര് വേണുഗോപാൽ, ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഇൻചാർജാണ്. അപ്പോൾ NDAക്ക് എന്താണ് പ്രതീക്ഷ ഇവിടെ? NDA ഇവിടെ പൂർണ്ണമായുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതിലൊന്ന് പ്രധാനപ്പെട്ടത് നരേന്ദ്രമോദിയുടെ 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ്. സാധാരണക്കാരെ അവർക്ക് ഗുണകരമായിട്ടുള്ള ഒട്ടേറെ പദ്ധതികൾ കൊണ്ടുവന്നു. ആ പദ്ധതികളിലൂടെ തന്നെയാണ് ഞങ്ങൾ ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത്. രണ്ടാമത് PK ബിജു ഇപ്പോൾ ഇവിടെ മത്സരിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ഇടതുപക്ഷത്തിൻ്റെ ഉള്ളിൽ തന്നെ ആശങ്കയുണ്ട്. കാരണം കഴിഞ്ഞ 2 വർഷവും ഒരു പദ്ധതി, 2 ടേമായിട്ടും ഒരു പദ്ധതിയും ഇവിടേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും അദ്ദേഹത്തെ കാണാൻ കിട്ടുന്നില്ല എന്നാണ് സാധാരണക്കാരായുള്ള ജനങ്ങൾ പറയുന്നത്. മാത്രമല്ല, ഇതൊരു ഇടതുകോട്ട എന്ന് പറയുന്ന സമയത്ത് ബംഗാളിനേക്കാളും ത്രിപുരയേക്കാളും വലിയൊരു ഇടതുകോട്ടയാണെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ NDAയുടെ സ്ഥാനാർത്ഥിയായുള്ള ബാബു വിജയിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. നരേന്ദ്രമോദിക്ക് പിന്തുണ കൊടുക്കുന്നതിനുള്ള ഒരു അവസരമായിട്ട് ജനങ്ങൾ ഇത് കാണും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തിരിച്ചെത്താം. NDAയും തികഞ്ഞ ശുഭപ്രതീക്ഷയിൽ തന്നെയാണ്. കോൺഗ്രസും UDFും NDAയും ഉയർത്തുന്ന ഒരേ ഒരു വിമർശനം, MPയെ ഇവിടെ കാണാനില്ല, MPയെ സാധാരണക്കാർക്ക് കിട്ടാനില്ല, ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇതിനെ എങ്ങനെ ചെറുക്കും, എങ്ങനെ പ്രതിരോധിക്കും? പേരെന്താ? ജയദേവ് എന്നാണ്, ബ്ലോക്ക് സെക്രട്ടറിയാണ്. MPയെ കാണാനില്ല എന്ന് പറഞ്ഞാൽ മരിച്ച വീടുകളിലും കല്യാണ വീടുകളിലും വരലല്ല MPയുടെ പണി. 2206 കോടി രൂപൻ്റെ വികസനങ്ങളാണ് ഈ ആലത്തൂർ നിയോജക ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിനകത്ത് നടത്തിയിട്ടുള്ളത്. വെറുതെ പറയുന്നതല്ല, കൃത്യമായി അതിൻ്റെ രേഖാമൂലം PK ബിജു ഇവിടെ ഇറക്കിയിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും കേൾക്കണം. PK ബിജു നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ആലത്തൂരിൻ്റെ സമഗ്രമായിട്ടുള്ള വികസനങ്ങളാണ് 10 വർഷക്കാലമായിട്ട് ഈ മണ്ഡലത്തിലെ ഓരോ മൂലയിലും നടത്തിയിട്ടുള്ളത്. അതിന് ആലത്തൂർ ജനത ഇവിടെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പിന്നെ
കോൺഗ്രസ്സുകാർ ഇവിടെ സൂചിപ്പിച്ചത് രമ്യ ഹരിദാസ് ഇവിടെ ജയിച്ചു വരും എന്നുള്ളതാണ്. ഒരു സംശയമില്ല, ആലത്തൂരിന്റെ മണ്ണ് ചുവന്ന് തന്നെ ഇരിക്കും. കാരണം ഇതിനേക്കാളും വലിയ ആവേശമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനകത്ത് ഈ ചിറ്റൂർ മണ്ഡലത്തിലെ ചെയർപേഴ്സൺ ആയിട്ടുള്ള ഷീബ മത്സരിക്കുമ്പോൾ ഇതിലും വലിയ ആവേശം, അട്ടിമറി വിജയം ഉണ്ടാവും എന്ന് പറഞ്ഞു. ബിജുവിന്റെ ഒരു രോമത്തിൽ പോലും തൊടാൻ വേണ്ടി കഴിഞ്ഞില്ല. 30,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ബിജു ജയിച്ചു വന്നതെങ്കിൽ രമ്യ ഹരിദാസിനെ നിലം തൊടിയിക്കാതിരിക്കാൻ ഇവിടുത്തെ ജനത. സിറ്റിംഗ് എം പിയുടെ അനുയായികൾ, വിമർശനങ്ങൾ ഉയരുമ്പോഴും സിറ്റിംഗ് എം പിയുടെ അനുയായികൾ അണികൾ തികഞ്ഞ ആവേശത്തിലാണ്, ആത്മവിശ്വാസത്തിലാണ്. കോൺഗ്രസിലേക്ക് തിരിച്ചെത്താം. ഈ മണ്ണ് ചുവന്ന് തന്നെ തുടരും. ഇവിടെ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അക്കമിട്ട് പറയുന്നു ഇടത് ക്യാമ്പ്. പിന്നെ എന്തിന് അങ്ങനെ ഒരു എം പിയെ തോൽപ്പിക്കണം? എന്താ പേര്? രതീഷ് ബാബു. എന്തിനായി പി കെ ബിജുവിനെ തോൽപ്പിക്കണം? പി കെ ബിജുവിൻ്റെ 2000 ചില്ലറ അവർ വികസനത്തിനെ കുറിച്ച് പറയുന്നുണ്ട് CPM. പക്ഷേ അങ്ങനെ വികസനം 2000 ചില്ലറ കാണിച്ചില്ലെങ്കിൽ ഒരു 200 കോടി രൂപയുടെ വികസനം തുറന്നു കാണിക്കാൻ ഈ ആലത്തൂർ പാർലമെന്റിൽ അവർക്ക് കഴിഞ്ഞെങ്കിൽ അവരുടെ അവകാശവാദം അതിനൊരു ന്യായമുണ്ട്. ഇവിടെ രമ്യ ഹരിദാസും പി കെ ബിജുവിനും നമ്മൾക്ക് കമ്പയർ ചെയ്ത് നോക്കിയാൽ തന്നെ രമ്യ ഹരിദാസ് ജനങ്ങളുടെ ഇടയിലൂടെ സാധാരണക്കാരുടെ ഇടയിൽ പ്രവർത്തിച്ച് അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നല്ലൊരു സ്ഥാനാർത്ഥിയാണ്. തീർച്ചയായും സാധാരണ ജനങ്ങൾ രാഷ്ട്രീയത്തിലുപരി ഈ നാടിനെ സ്നേഹിക്കുന്ന സാധാരണ ജനങ്ങൾ രമ്യയെ ഈ പ്രാവശ്യം വിജയിപ്പിക്കുക തന്നെ ചെയ്യുന്നുള്ള പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. UDF തന്നെയാണ് ഈ പ്രാവശ്യം ആലത്തൂരിലെ UDFന്റെ MP തന്നെ വരും എന്നുള്ളതിൽ യാതൊരു സംശയവും. ശരി, ഞാൻ തിരിച്ചെത്താം. രമ്യ ഹരിദാസ്, പി കെ ബിജു ഇവർ തമ്മിലാണോ മത്സരം? എന്താ പേര്? എൻ്റെ പേര് ഓമനക്കുട്ടന, OBC മോർച്ചയുടെ ജില്ലാ പ്രസിഡന്റാണ്. ശരി, മത്സരം ആ രണ്ട് പേരും ചേർന്ന മുന്നണിയും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള മുന്നണിയുമാണ് മത്സരം. കാരണം അവർക്ക് ഒരു സ്ഥാനാർത്ഥിയെ നിർത്താമായിരുന്നു. നാട്ടിലെ ജനങ്ങളെ മുഴുവൻ വിഡ്ഢികളാക്കുന്ന തരത്തിൽ അവർ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി വെച്ചുകൊണ്ട് മത്സരിക്കുകയാണ്. ജനങ്ങൾ മുഴുവൻ നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയെ വിശ്വാസത്തിൽ അർപ്പിച്ചുകൊണ്ട് ഇന്ന് വോട്ട് ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്. പിന്നെ വികസനത്തിന്റെ കാര്യം പറഞ്ഞു, 2000 കോടി എന്നൊക്കെ പറയുന്നത്. ഈ 2000 കോടിയുടെ വികസനം എഴുത്തിലല്ലാതെ എവിടെയൊക്കെയാണെന്ന് കാണിച്ചാൽ കൊള്ളാമെന്നുണ്ട്. കാരണം ഞങ്ങൾ ഈ ലോകത്ത് ജീവിക്കുന്ന ആളുകളാണ്. അദ്ദേഹം ഡൽഹി കഴിഞ്ഞ 5 വർഷം മുൻപ് പോയ വ്യക്തി ഇപ്പത്തവണ ഇലക്ഷന് വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് വെറുതെ പേപ്പർ എടുത്ത് ഒരുപക്ഷെ അവർ കാണിക്കുന്നത് അതൊക്കെയാണ് വികസനം. ആ വികസനമല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നാട്ടിൽ നിന്നും കാണിക്കണം. അങ്ങനെ ഒരു വികസനവും നടന്നിട്ടില്ല എന്നും തീർച്ചയായും ഇത്തവണ TV ബാബു വിജയിക്കുമെന്ന് ഒരു സംശയം നിങ്ങൾക്ക് ആർക്കും വേണ്ട. ഇടത് വലത് മുന്നണികളുടെ അവകാശവാദങ്ങൾ തള്ളിക്കളയുന്നു. പേരെന്താണ്? ശിവകുമാർ. ഞാൻ ചിറ്റൂർ തത്തമംഗലം നഗരസഭാ കൗൺസിലറാണ്. ശിവകുമാർ, രണ്ട് കാര്യം. ഒന്ന്, മത്സരം BJP നയിക്കുന്ന ഒരു മുന്നണിയും മറുഭാഗത്ത് നിങ്ങൾ രണ്ടുപേരും കൂടി. എന്തിനാണ് ജനങ്ങളെ ഇങ്ങനെ വിഡ്ഢിയാക്കുന്നതാണ് അവിടെ നിന്നുള്ള ചോദ്യം. 2, വികസനം കടലാസിൽ പോരാ, എഴുത്തിൽ പോരാ, നിലത്ത് കാണിക്കണം. ഒന്ന്, മുന്നണി ഞങ്ങൾ എന്തിനാണ് വിഡ്ഢികളാക്കുന്നതെന്ന് ചോദിക്കുന്നത്. ഇവിടെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്നത് ഈ രണ്ട് മുന്നണികളുമാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസും BJPയും തരം കിട്ടിയാൽ കൈകോർക്കുന്ന ആളുകളാണെന്ന് ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാവുന്ന ഒരു കാര്യം. കോൺഗ്രസ്സുകാർ ഇപ്പോൾ അടുത്ത കാലത്തുണ്ടായൊരു കാര്യം തന്നെ പറയാം. കോൺഗ്രസിൻ്റെ വലിയ നേതാവായ ദിഗ്വിജയ് സിംഗ് പറഞ്ഞത് ഞങ്ങളാണ് നിങ്ങൾക്ക് ആദ്യമായി രാമക്ഷേത്രം പണിതു തരാൻ പോകുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ കോൺഗ്രസ് അതുപോലെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി വരുന്നതുമായി ബന്ധപ്പെട്ട റാലിയിൽ മുസ്ലിം ലീഗ് പച്ചക്കൊടി പിടിച്ചതിന് അമിത്ഷാ പറഞ്ഞത് ഇത് പാകിസ്ഥാനാണോ എന്ന് സംശയം തോന്നുന്നതാണ്. അതിനെതിരെ ഒരു വിരലനക്കാൻ പോലും കോൺഗ്രസ്സുകാർ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി നൽകുകയും ചെയ്തത് ഇടതുപക്ഷമാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ കോൺഗ്രസും BJPയും കൂടിയുള്ള ഒത്തുകളിയാണ് ഇവിടെ നടക്കുന്നത്. ഇത് പറയുന്നതിന് ഒരു കാര്യമുണ്ട്. നമ്മുടെ തൊട്ടപ്പുറത്തങ്ങ് കടന്നു കഴിഞ്ഞാൽ അവിടുത്തെ പ്രചാരണ ബോർഡുകളിലെല്ലാം രാഹുൽ ഗാന്ധിയുടെ പടവും ചുറ്റിക്കരുവാൾ നക്ഷത്രമാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഓരോ പ്രദേശത്തുമുള്ള പ്രാദേശികമായിട്ടുള്ള സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് രാഷ്ട്രീയമായിട്ട് പ്രായോഗികമായിട്ടുള്ള മുന്നണികൾ ഉണ്ടായി എന്ന് വരും. അതുകൊണ്ട് കോൺഗ്രസിനെ പൂർണ്ണമായും CPM പോയിട്ട് സപ്പോർട്ട് ചെയ്യുന്നു എന്നൊന്നും അർത്ഥമില്ല. അത് സ്വാഭാവികമായിട്ടുള്ള പിന്തുണ മാത്രമാണ് അവിടെ പ്രഖ്യാപിക്കുന്നത്. ഈ വികസനത്തിന്റെ കാര്യത്തിൽ വികസനത്തിന് എണ്ണിയാൽ തീരാത്ത വികസനം ഇവിടെയുണ്ട്. ഇപ്പോൾ കൊഴിഞ്ഞാമ്പാറ അയ്യൻചള്ള അവിടെ കുടിവെള്ള പദ്ധതിക്ക് 3 ലക്ഷം രൂപ, നന്ദിയോട് കുടിവെള്ള പദ്ധതിക്ക് 4 ലക്ഷം രൂപ, ചെമ്പകശ്ശേരി കുടിവെള്ള പദ്ധതിക്ക് 8.9 ലക്ഷം, കണക്കമ്പാറ ഇന്ദിരാനഗർ SC കോളനിക്ക് 6.3 ലക്ഷം, മൂപ്പങ്കളം കുടിവെള്ള പദ്ധതിക്ക് 9.59 ലക്ഷം, ചിറ്റൂർ ഗവൺമെന്റ് കോളേജിലെ ബസ്സിന് വേണ്ടിയിട്ട് 18 ലക്ഷം രൂപ,
പൊൽപ്പുള്ളി സർക്കാർ സ്കൂളിൽ അസംബ്ലി ഹാൾ നിർമ്മിക്കുന്നതിന് 18 ലക്ഷം രൂപ, തത്തമംഗലം SMHS ഹയർ സെക്കൻഡറി സ്കൂളിന് ബസ്സിന് 10.5 ലക്ഷം രൂപ, ഈ അതേപോലെ തന്നെ ഇവിടെ ഇത് മുഴുവൻ പറഞ്ഞു തീർക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഈ അരമണിക്കൂർ പരിപാടി പോരാ. അക്കമിട്ട് എഴുതിയ വികസന നേട്ടങ്ങൾ അക്കമിട്ട് എഴുതിക്കൊണ്ട് വന്നിരിക്കുകയാണ് ഇടതുപക്ഷം. BJPയെ നേരിടുന്നത്, നരേന്ദ്രമോദിയെ നേരിടുന്നത് ശ്രീരാമക്ഷേത്രം ഞങ്ങൾ പണിഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ടാണോ? അല്ല സാർ, ഇവിടെ ഇപ്പോൾ മോദിയാണോ രാഹുലാണോ അതാണ് ചോദ്യം. ഇടതുപക്ഷത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു പ്രശസ്തിയുമില്ലാന്ന് ആദ്യം മനസ്സിലാക്കണം നിങ്ങൾ. കാരണം ഈ 540-ൽ പരം വരുന്ന സീറ്റ് ഉള്ള ഈ ഇന്ത്യ രാജ്യത്ത് കേവലം 30-36 സീറ്റിലാണ് മത്സരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, കോൺഗ്രസും BJPയാണ് കൂട്ടുകെട്ടെന്ന് പറഞ്ഞല്ലോ. 2 സീറ്റ് ഉണ്ടായിരുന്ന BJPയെ 85 സീറ്റിലേക്ക് കൊണ്ടുവന്നതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വം ഇവിടുത്തെ ഇടതുപക്ഷത്തിനാണ്. അതിപ്പോൾ നിങ്ങൾ കോൺഗ്രസിനില്ല. ഇല്ലല്ല, അത് ഇടതുപക്ഷത്തിനാണ്. ആ BJPയെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തോടു കൂടി NDA 3/2 ഭൂരിപക്ഷത്തോടു കൂടി ഭരണത്തിലെത്തിച്ചതാര്? NDA കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ രാജ്യമൊട്ടാകെ നമ്മൾ കണ്ടത് അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും നേതൃത്വത്തിൽ നടന്ന പ്രചണ്ഡമായ പ്രചാരണം, റാലികൾ, ഇവിടെയെല്ലാം ഉയർത്തിയ 2 കാര്യങ്ങളേ ഉള്ളൂ. UPA സർക്കാരിൻ്റെ അഴിമതി അക്കമിട്ട് നിരത്തി. 2, ജനങ്ങളിലെ ഒരു വിശ്വാസവും കാത്തു സൂക്ഷിച്ചില്ല. ഞങ്ങൾ കാത്തു സൂക്ഷിക്കാം, അഴിമതി മുക്ത ഭാരതം, കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞ വാക്ക് ജനം വിശ്വസിച്ചുവെങ്കിൽ അതിനുള്ള ഉത്തരവാദിത്വം ആർക്ക്? അല്ല, ഞാൻ പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പായാൽ, കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇവിടെ 10-60 വർഷം ഭരിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഒരു തെരഞ്ഞെടുപ്പായി കഴിഞ്ഞാൽ വിജയിക്കും, പരാജയപ്പെടും, അതൊക്കെ ഉണ്ടാവാം. ഇവിടെ അതല്ല പ്രശ്നം. ഇവിടെ ഇടതുപക്ഷത്തിന് ഇതിൽ പ്രശസ്തി ഇല്ല. പിന്നെ ഇപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥി ഇവിടെ ഇപ്പോൾ BDJS കൊടുത്തിരിക്കുന്നത്. അത് ആയിക്കോട്ടെ, അതൊന്നും നിഷേധിക്കുന്നില്ല. അതങ്ങനെയാണ് മത്സര രംഗത്തുള്ളത്. ഇപ്പോൾ ബിജുവിൻ്റെ ഇവർ കണക്ക് പറഞ്ഞൊരു പുസ്തകം കൊടുത്തിട്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. അല്ല, ആയിക്കോട്ടെ, ലിസ്റ്റ് ആയിക്കോട്ടെ. 2206 കോടി ഉറുപ്പിയുടെ വികസനമെന്നാണ് ബിജു സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 1036 ബൂത്താണ് ഉള്ളത്. സാർ, അങ്ങനെ വരുമ്പോൾ ഇവരുടെ കണക്ക് പ്രകാരം ഒരു വാർഡിൽ, ബൂത്ത് പറയുന്ന ഒരു വാർഡായിട്ട് കണക്കാക്കാം, ഒരു വാർഡിൽ 2 കോടിയുടെ വികസനം നടത്തിയെന്നാണ് അവർ പറയുന്നത്. ഇവർ ഏത് വാർഡിൽ എവിടെ നടത്തിയതാണ് നമുക്ക് മനസ്സിലാകാത്തത്. ഇനി വേറൊരു കാര്യം കൂടെ പറയാം. 1000 ദിനം പിന്നിടുന്ന പിണറായി സർക്കാരിൻ്റെ ആഘോഷ പരിപാടി ഇവിടെ നടന്ന പരിപാടിയാണ്. ഇവിടെ ശ്രീ K. കൃഷ്ണൻകുട്ടി മന്ത്രിയായിരിക്കുന്ന അദ്ദേഹം ഞങ്ങളുടെയും കൂടെ മന്ത്രിയാണ്. ആ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം PK ബിജു ആയിരുന്നു. അദ്ദേഹം ഇവിടെ പങ്കെടുത്തില്ല. G. സുധാകരൻ ഇവിടെ മന്ത്രി, അദ്ദേഹം അത് CPMലെ ഉന്നതനായിട്ടുള്ളൊരു നേതാവ്. ഇവിടെ അവരൊരു പരിപാടിയിൽ വന്നിരുന്നു 36 കോടി ഉറുപ്പിൻ്റെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട്. അന്ന് മുഖ്യപ്രഭാഷണം PK ബിജുവാണ്, അദ്ദേഹം പങ്കെടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം, അദ്ദേഹം ഈ പ്രദേശത്ത് അന്ന് നോമിനേഷൻ കൊടുത്ത് പോയി ജയിച്ചതിന് ശേഷം അദ്ദേഹം ഈ മണ്ഡലത്തിൽ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ല, ഈ ബിജു അപ്പോൾ എവിടെ പോയെന്നാ പറയുന്നത്? 1000 ദിവസം എന്ന് പറയുന്നത് പിണറായി സർക്കാരിൻ്റെ ഇടതു മുന്നണിയുടെ ഏറ്റവും അഭിമാനകരമായ നേട്ടം. അതിലൂന്നിയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണവും. അപ്പോഴൊക്കെ ബിജു എവിടെ പോയി എന്നാണ് എന്നെങ്കിലും ഇടതുപക്ഷത്തിന് കുറ്റം പറയാൻ കിട്ടിയ അതൊരു അവസരം പോലും പാഴാക്കാതിരിക്കുന്ന കോൺഗ്രസ്സുകാരോട് പറയാനുള്ളത്, ഈ ഒരു സമയം കിട്ടിക്കഴിഞ്ഞാൽ ഈ ബുക്കൊന്ന് മറിച്ചു നോക്കാൻ വേണ്ടി തയ്യാറാകണം. ഇതിൽ വെറുതെ എഴുതിയിട്ടുള്ളതല്ല, 89% ഹാജർ. അതായത് നിങ്ങളുടെ രാഹുൽ ഗാന്ധിന്റെ ഇരട്ടി ഹാജർ ബിജു പാർലമെന്റിലായിരുന്നു. അദ്ദേഹം ചോദിച്ചത് ഹാജർ 326 ചർച്ചകളും ചോദ്യം 580 ചോദ്യങ്ങളാണ് പാർലമെന്റിനകത്ത് ചോദിച്ച് MP-യെ തെരഞ്ഞെടുത്ത് വിടുന്നത് പാർലമെന്റിൽ ഇന്ത്യയിൽ ചിറ്റൂരിലെ ആലത്തൂരിലെ ജനതയ്ക്ക് വേണ്ടി സംസാരിക്കാനാണ്. അല്ലാതെ എല്ലാ റോഡുകളിലും പോയി എല്ലാവരുടെയും കല്യാണ വീടുകളിലും മരിച്ച വീടുകളിലും പോയി പങ്കെടുക്കലല്ല MP-യുടെ പണി എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. അന്ന് അദ്ദേഹത്തിന് എന്തോ ഒരു തടസ്സമുണ്ടായിരുന്നു എന്നുള്ളത് കൂടി അറിയിക്കുകയാണ്. തിരിച്ചു വരാം. ചിറ്റൂരിലെ ശബ്ദം മുഴങ്ങുകയാണ് ഉറക്കെ ഉച്ചത്തിൽ. MP-യുടെ പണി പാർലമെന്റേറിയൻ എന്നുള്ള നിലയിൽ മണ്ഡലത്തിന്റെ, സംസ്ഥാനത്തിന്റെ, രാജ്യത്തിന്റെ ശബ്ദം ലോക്സഭയിൽ മുഴക്കുക എന്നുള്ളതാണ് മറുപടി. നമുക്ക് NDAയിലേക്ക് വരാം. കഴിഞ്ഞ കുറെ കാലമായി തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പ്രകടന പത്രികയിൽ ഒരു ഐറ്റവും വാഗ്ദാനവും ശ്രീരാമക്ഷേത്ര നിർമ്മാണമെന്നാണ്. ഇതിങ്ങനെ നീണ്ടുപോവുകയാണ്. ഇപ്പോൾ കോൺഗ്രസ് പറയാണ് ഞങ്ങൾ പണിതു തരാമെന്ന്. ശ്രീരാമക്ഷേത്രം നിങ്ങൾ പണിയുമോ? അത് തെരഞ്ഞെടുപ്പ് അജണ്ടയാണോ? അതിനു മുമ്പായിട്ട് ഇവിടെ പറയുകയുണ്ടായി UDFും BJPയുമാണ് സഹായിക്കുക എന്ന തരത്തിൽ പറയുന്നുണ്ടായി.
പാലക്കാട് നഗരസഭയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഉൾപ്പെടെ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഒന്നിച്ചാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പാലക്കാട് നഗരസഭയിൽ. നമ്മുടെ മുൻ MP ആയിരുന്ന NN കൃഷ്ണദാസ് പരസ്യമായി ചാനൽ ചർച്ചയിലൂടെ പറഞ്ഞു, വയനാട് രാഹുൽ ഗാന്ധി തോറ്റിട്ട് BJP ആണ് ജയിക്കുന്നതെങ്കിൽ ഞങ്ങൾ ഉറപ്പായും കോൺഗ്രസിന് വോട്ട് ചെയ്യുമെന്ന് NN കൃഷ്ണ DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്ന NN കൃഷ്ണദാസാണ് ചാനൽ ചർച്ചയിലൂടെ പറഞ്ഞത്. അതുകൊണ്ട് ഇവിടെ ആരാണ് മുന്നണി കൂട്ടുകെട്ട് എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഇന്ത്യയിലെ പൊതുജനത്തിനും കേരളത്തിലെ പൊതുജനത്തിനും വിശിഷ്യ ആലത്തൂരിലെ പൊതുജനത്തിനും കൃത്യമായിട്ട് അറിയാം. കാരണം ഈ ഇവിടുന്ന് ഒരു 10-15 കിലോമീറ്റർ അപ്പുറത്താണ് ഗോപാലപുരം, തമിഴ്നാട് അതിർത്തി. അവിടെ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഒരേ മുന്നണിയിൽ രാഹുൽ ഗാന്ധി മുന്നണിയായിട്ടാണ്. ഒരു ദേശീയ പാർട്ടി എന്ന് പറയുന്ന പാർട്ടിക്ക് ഓരോ സംസ്ഥാനത്തും ഓരോ നിലപാടാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് അതെന്ത് ദേശീയ പാർട്ടികളാണ്? പിന്നെ ശ്രീരാമക്ഷേത്രം നിർമ്മിക്കുക എന്നുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെ കാലങ്ങളായിട്ടുള്ള ആവശ്യമാണ്. അത് നിർമ്മിക്കുക തന്നെ ചെയ്യും. അതിന് ഇപ്പൊ ഭാരതീയ ജനതാ പാർട്ടി പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത് കോടതി വിധിയിലൂടെയും അതുപോലെ തന്നെ മറ്റു സമൂഹങ്ങളുമായിട്ടുള്ള ചർച്ചകളിലൂടെയും ശ്രീരാമക്ഷേത്രം നിർമ്മിക്കും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. 13 ദിവസം, 13 മാസം, 5 വർഷം, 5 വർഷം, 2 ഫുൾ ടേം, ഒരു 1.5 കൊല്ല ടേം, ഒരു 13 ദിവസം ടേം NDA ഇന്ത്യ ഭരിച്ചതാണ്. ഇന്നും ശ്രീരാമക്ഷേത്രം നിർമ്മിക്കാം എന്നുള്ളത് ഇങ്ങനെ നിർത്തി മുന്നോട്ട് പോകുന്നു. അതായത് ഇപ്പോൾ ഒരു സെക്കൻഡ്, ഇപ്പോഴും അയോധ്യയിൽ നിലവിലുള്ളത് ശ്രീരാമക്ഷേത്രം തന്നെയാണ്. ആ ശ്രീരാമക്ഷേത്രം ഉയർത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രീരാമക്ഷേത്രം ഉയർത്താം. ആ കൂവലൊന്നും വേണ്ട, ആ കൂവലിൽ അങ്ങനെ ഒളിച്ചോടുന്ന കൂവി തോപ്പിക്കരുത്. കൈയടിക്കാം, ഒരു മിനിറ്റ്, കൈയടിക്കാം, കൂവരുത് കുഞ്ഞുങ്ങളെ, കൂവരുത്. ചർച്ചയിലെ പരാജയ ഭീതി കൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. ഉത്തരം മുട്ടുമ്പോ കൂവി എന്നൊരു വിമർശനം വരും. അപ്പൊ ശ്രീരാമ ഉത്തരമാണ് പറയേണ്ടത്, മറുപടിയാണ് പറയേണ്ടത്. അവർക്ക് പറ്റുന്നത് കൂവി തോൽപ്പിക്കുക എന്നുള്ളതാണ്. അത് ചെയ്യട്ടെ, കുഴപ്പമില്ല. പേരെന്താ? എന്റെ പേര് സുനിൽ, കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ഡയറക്ടറാണ്. ശരി, ഈ NDA കേന്ദ്രത്തില് ഭരിക്കുമ്പോ ഭരിക്കുന്ന NDAക്ക് മറ്റേ ശ്രീരാമക്ഷേത്രം പണിയണം. ഇവിടെ പിന്നെ കേരളത്തില് ഒരു മതിൽ കെട്ടി സ്ത്രീകളെ കൊണ്ട് ഇത് കെട്ടിക്കഴിഞ്ഞിട്ട് പാർട്ടി ഓഫീസുകൾ ബലാത്സംഗ കേന്ദ്രങ്ങളാക്കി. ഇതല്ല പാവപ്പെട്ട കർഷകനും മറ്റുള്ളവർക്കും ഇവര് എന്താ ചെയ്തിരിക്കുന്നത്? ഒരു രൂപയാണ് ഈ 2.5 കൊല്ലം കൊണ്ട് പിന്നെ നെല്ലിന്റെ വില കൂട്ടിയിരിക്കുന്നത്. ഒരു രൂപ കൂട്ടിക്കൊണ്ട് പറയാണ്, ഒരു രൂപ കൂട്ടിക്കൊണ്ട് മറുപടി പറയാൻ അവസരം തരാം. 1 രൂപ കൂട്ടിക്കൊണ്ട് ഇവര് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണ്. എന്താണ് പറഞ്ഞ കർഷകന്റെ വേദനയും കർഷകന്റെ യാതനകളും അറിയാൻ ഈ കേന്ദ്രത്തിനോ ഈ കേരളത്തിനോ കഴിയുന്നില്ല എന്നാണ് എന്റെ അഭിപ്രായം. ഇതൊരു ന്യായമായ സംഗതിയാണ്. ഞാൻ അവിടേക്ക് പോകുന്നതിന് മുമ്പ്, ഇന്ത്യയിൽ അടുത്ത കാലത്തൊന്നും ഇത്രയും ശക്തമായ ഒരു കർഷക പ്രക്ഷോഭം നമ്മൾ കണ്ടിട്ടില്ല. തെരുവുകൾ നിറഞ്ഞൊഴുകയായിരുന്നു. അത് മഹാരാഷ്ട്രയിലാണെങ്കിലും ശരി, അങ്ങ് ഉത്തരേന്ത്യയിൽ ഡൽഹിയിലേക്കാണെങ്കിലും ശരി, വളരെ കഷ്ടപ്പെട്ടാണ് ഈ സമരങ്ങളൊക്കെ തീർത്തത്. ഏറ്റവും ഒടുവിൽ ഒരു 6000 രൂപ പ്രഖ്യാപിച്ചു എന്നുള്ളതൊക്കെ ശരി തന്നെ. പക്ഷെ കർഷകരുടെ പ്രശ്നങ്ങൾ അറിയുന്നതിൽ, അത് പരിഹരിക്കുന്നതിൽ ഈ സർക്കാർ പരാജയപ്പെട്ടില്ലേ? ഈ സർക്കാർ പൂർണ്ണമായി വിജയിച്ചിരിക്കുകയാണ്. അതിനുള്ള ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 കാര്യങ്ങൾ. ഒരു സംസ്ഥാനത്ത് സമരങ്ങൾ ഉണ്ടാകുക അവിടുത്തെ ജനങ്ങളുടെ ആവശ്യപ്രകാരമാണ്. ആ സമരം എങ്ങനെ പരിഹരിച്ചു എന്ന് നോക്കണം. മഹാരാഷ്ട്രയിൽ സമരം ഉണ്ടായപ്പോൾ പരിഹരിക്കാൻ കഴിഞ്ഞു. ഓരോ സംസ്ഥാനങ്ങളിലെയും ആ സമരങ്ങൾ അനുഭാവപൂർവ്വം പരിഹരിച്ചിട്ടുണ്ട്. അതേസമയത്ത് കേരളത്തിലെ കർഷകന്മാരുടെ കാർഷിക കടം എഴുതിത്തള്ളാൻ എന്താണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന LDF തയ്യാറാവാത്തത്? അതിനവർ തയ്യാറുണ്ടോ എന്നുള്ളതാണ് ആദ്യം വ്യക്തമാക്കേണ്ടത്. ഇതാ, കേന്ദ്രത്തിനെതിരെ സമരം നടന്നു, അവരതിന് പരിഹാരം കണ്ടു. കേരളത്തിൽ എന്തുകൊണ്ട് കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുന്നില്ല? ആര് പറയും മറുപടി? ഒരു മിനിറ്റ്, ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട പേര് പറഞ്ഞില്ലേ, ഞാൻ ചോദിച്ചു. DYFIയുടെ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയാണ്. ആശിഷ്. എന്റെ സുഹൃത്ത് പറഞ്ഞതിന് മറുപടി പറയാതെ പോകാൻ വേണ്ടി കഴിയില്ല. രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സുഹൃത്ത് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി.
ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ 7 ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ 25 വർഷക്കാലമായി തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ NDAന്റെയും BJPയുടെയും RSSന്റെയും ലക്ഷ്യമെന്ന് പറയുന്നത് രാമക്ഷേത്ര നിർമ്മാണത്തെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ ചർച്ച കൊണ്ടുവരിക എന്നുള്ളതാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, വാജ്പേയി ഗവൺമെൻറ് ഇവിടെ രാജ്യം ഭരിച്ചല്ലോ, 5 വർഷം രാജ്യം ഭരിച്ചല്ലോ. നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് 5 വർഷം പൂർത്തീകരിച്ചല്ലോ. ഈ 10 വർഷം ഈ രാജ്യം ഭരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ആത്മാർത്ഥത രാമക്ഷേത്രത്തിന്റെ എന്തെങ്കിലും ഒരു ആത്മാർത്ഥത രാമക്ഷേത്രത്തിന്റെ ഭാഗമായി ഇവർക്കുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ചെങ്കൽ കഷ്ണമെങ്കിലും കൊണ്ടുവയ്ക്കാൻ ഈ ഗവൺമെന്റ് സാധിക്കണമായിരുന്നു. അത് സാധിച്ചില്ല. മറ്റൊന്നുള്ളത്, ഈ LDFും UDFും ചേർന്നുകൊണ്ടാണ് മത്സരിക്കുന്നത് BJPക്കെതിരെ എന്ന് വേറെ ഒരു സുഹൃത്ത് പറയുകയുണ്ടായി. ഞാനൊന്ന് ചോദിക്കട്ടെ, രാഹുൽ ഗാന്ധി വയനാട് വന്ന് മത്സരിക്കുന്നുണ്ടല്ലോ. യഥാർത്ഥത്തിൽ RSSന് BJPക്ക് ബദൽ കോൺഗ്രസ് ആയിരുന്നുവെങ്കിൽ രാഹുൽ ഗാന്ധി വയനാട് വരുമായിരുന്നില്ല. മറിച്ച് BJPക്ക് സ്വാധീനമുള്ള ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ പോയി മത്സരിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാവണമായിരുന്നു. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഇന്ന് ലോകസഭയിൽ 112 MPമാർ എന്ന് പറയുന്നത് പഴയ കോൺഗ്രസിന്റെ നേതാക്കളായിട്ടുള്ള ആളുകളാണെന്ന്. ലോകസഭയിൽ 112 MPമാർ എന്ന് പറയുന്നത്. രാജ്യത്തിനകത്തെ 10 നിയമസഭകളിൽ 89 ആളുകൾ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച് വീണ്ടും BJPയിലേക്ക് ചേർന്നിട്ടുള്ള ആളുകളാണ്. നിരവധിയായിട്ടുള്ള PCC അധ്യക്ഷന്മാർ, നിരവധിയായിട്ടുള്ള 200 കണക്കിന് MLAമാരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ പഴയ കോൺഗ്രസിന്റെ ആളുകളാണ്. കോൺഗ്രസും BJPയും എന്ന് പറയുന്നത് ഒരേ നയമാണ്, കോർപ്പറേറ്റുകളൊക്കെ പ്രീണിപ്പിക്കുന്ന നയമാണ് ഈ 2 കക്ഷികളും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ആളുകൾ എന്ന് പറയുന്നത് ഒരു നാണയത്തിന്റെ ഇരുവശമാണ് എന്ന് പറയേണ്ടതായിട്ട് വരും. ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ. 112 MPമാർ, 89 MLAമാർ. ഈ കൈപ്പത്തിയിൽ എങ്ങനെയാ താമര വിരിയുന്നത്? സാർ, എൻ്റെ സുഹൃത്ത് പറഞ്ഞത് വളരെ ഞാൻ അംഗീകരിക്കുന്നു. കാര്യം വേറൊന്നുമല്ല, ഇവിടെ ആദ്യമായി ഉണ്ടായിരുന്ന പാർട്ടി, ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഉണ്ടായിരുന്ന പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. EMS നമ്പൂതിരിപ്പാട് അടക്കം കോൺഗ്രസിന്റെ ആളാണ്. EMS നമ്പൂതിരിപ്പാട് അടക്കം കോൺഗ്രസിന്റെ ആളാണ്. ഞാൻ പറഞ്ഞുതരാം. ഇന്ന് കഴിഞ്ഞ നിയമസഭയിൽ അൽഫോൺസ് കണ്ണന്താനത്തിന് വേണ്ടി പോസ്റ്റ് ഒട്ടിയ ആളുകളാണ് ഇന്നത്തെ LDF. അത് മറിച്ചുകൊണ്ട് ഇന്നിപ്പോ NDAയുടെ മന്ത്രിയായിട്ട് ഇപ്പൊ മാറിയിരിക്കുകയാണ്. കാലുമാറ്റം എല്ലാറ്റിലും ഉണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒഴുക്ക് അവിടെ ഇരിക്കട്ടെ. രണ്ടാമത്തെ കാര്യം, കേരളം എന്ന് പറയുന്ന സ്ഥലം ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും വിശ്വാസങ്ങൾക്കും ഒപ്പം നിൽക്കുന്ന സ്ഥലമാണ്. ഇന്ന് ശബരിമല വിഷയം ഒരു 3 മാസം മുമ്പ് ഇവിടെ കത്തിക്കേറിയതാണ്. ശബരിമല അഭിപ്രായം പറയട്ടെ. നിങ്ങളെ ഞങ്ങൾക്ക് പറയാൻ സ്വാതന്ത്ര്യമില്ലേ? ഇതെന്നെ രാഷ്ട്രീയം. ശബരിമല പറയട്ടെ, അഭിപ്രായം പറയണ്ടേ? സാർ, ശബരിമല വിഷയത്തിൽ ഇവിടെ ഞങ്ങൾ ചോദിക്കുന്നത് ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഉൾക്കൊള്ളിക്കുവാൻ ഇവിടുത്തെ ഇടതുപക്ഷവും അതുപോലെ തന്നെ ഇവിടുത്തെ NDAയും തയ്യാറാവുമോ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയണം. രണ്ടാമത്തെ കാര്യം, അതായത് UPIക്ക് ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയുണ്ട്. ഞങ്ങൾ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയെ ഉയർത്തിക്കാട്ടിപ്പിടിച്ചുകൊണ്ടാണ് ഇവിടെ ഈ ഇന്ത്യൻ മഹാരാജ്യത്ത് വോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. LDFന് അതിനുമായിട്ട് ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കാൻ പറ്റുമോ? ആലത്തൂരിലെ തെരഞ്ഞെടുപ്പ് ചൂട് അവസാനിക്കുന്നില്ല. വലിയ ജനക്കൂട്ടമാണ്, വലിയ ചർച്ചയാണ്, വാശിയേറിയ വാദപ്രതിവാദമാണ്. ഇതിന്റെ 2ാം ഭാഗവുമായി നാളെ തിരിച്ചെത്താം. നമസ്കാരം.